നിങ്ങൾക്ക് എന്നെ കാണണോ, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണോ, മീറ്റ് ചെയ്യണോ, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കോഫി കുടിക്കണോ, ഷേക്ക് കുടിക്കണോ, ഒന്ന് ഡ്രൈവിന് പോകണോ, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണോ. എന്നെ വിളിച്ചു, ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ വിളിച്ചു. അമ്മ ഞാനിപ്പോൾ ഈ നമ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവണം, നമ്പർ സേവ് ഇടല്ല, വാട്സപ്പിൽ മാത്രമേ സേവ് ഇടൂ. ഹലോ, എന്താ വെച്ചു അമ്മ, ഞാൻ കുഞ്ഞിനെ കൊണ്ടത് പുറത്ത് പോയിക്കോട്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ പോയിക്കോ, നിൻ്റെ അനിയല്ലേ, നീ കൊണ്ടുപോകും, സേഫായിട്ട് കൊണ്ടുപോകാം. അമ്മ എപ്പോഴാണ് വരിക ഞാൻ പറഞ്ഞു. ഞാൻ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. രേണുസുതി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രേഷ്മ പി തങ്കച്ചൻ പപ്പ പുതിയ സ്റ്റേറ്റ്മെന്റിൽ രംഗത്ത് വെച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് ഈ ചേച്ചി സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിരിക്കുകയാണ് ഷിയാസ് കരീം എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തി ചെയ്തിട്ടുള്ളത് നല്ല കാര്യമാണെന്ന്. അതിലോട്ടൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് ഈ ചേച്ചി നേരത്തെ വന്ന് പറഞ്ഞിട്ടുള്ളത്, ആ സ്റ്റേറ്റ്മെന്റിന് തൊട്ട് മുമ്പ് വന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് കിച്ചു എന്ന് പറഞ്ഞ ആ ഒരു ചേട്ടനാണെങ്കിൽ സ്വന്തം വീട്ടിൽ, കോട്ടയത്ത് സ്വന്തം വീട്ടിൽ പോയിട്ട് സ്വന്തം അനിയനെയും വിളിച്ച് ഔട്ടിങ്ങിന് പോയ ഒരു വീഡിയോ ഇതിനോടകം നല്ല രീതിക്ക് തന്നെ വൈറലായിട്ടുണ്ട്. വിത്ത് വിവാദം. ഒരു സാധാരണ വ്ലോഗ് വിവാദം ആവേണ്ട ഒരു കാര്യമില്ല അല്ലയോ. പക്ഷേ ഇതെന്തുകൊണ്ട് വിവാദമായി? രേണുസുതി തന്നെയാണ് കാരണം. ചേട്ടനാണെങ്കിൽ ഒരു ലൈഫ് സ്റ്റോറി ഇട്ടെന്നും പറഞ്ഞ് രേണു ചേച്ചി വന്ന് കിടന്ന് പൊട്ടിത്തെറിക്കുന്നോ, കിടന്ന് പൊട്ടിക്കരയുന്നോ, സോഷ്യൽ മീഡിയ വന്ന് കിടന്ന് മെഴുകുന്നോ, എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു. എല്ലാത്തിനും ഒടുവിലാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ചേട്ടൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതായത് വീട്ടുകാരായിട്ട് വലിയ കോൺടാക്ട് സംഭവങ്ങളും ഒന്നുമില്ലായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് ശേഷം. അതിനുശേഷമാണ് രേണുസുതിയും വന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ കിച്ചുവായിട്ട് ഞങ്ങൾ കുറേ പ്രാവശ്യം കോൺടാക്ട് ചെയ്ത് പുള്ളിക്കാരൻ ഫോൺ എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ശല്യപ്പെടുത്താൻ പോകുന്നുമില്ല എന്ന് രേണു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം വന്ന് പറയുകയാണ് ചേച്ചിയാണെങ്കിൽ കിച്ചു ചേട്ടൻ നേരത്തെ മുൻകൂറായിട്ട് വീഡിയോയ്ക്ക് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋതപ്പനെയും കൊണ്ട് ഞാനൊന്ന് പുറത്ത് പോകുമെന്ന്. ചേച്ചിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. കിച്ചു ചേട്ടൻ വീഡിയോ പറഞ്ഞിട്ടുള്ളത് ഞാൻ ആരെടുത്തും വിളിച്ച് അനുവാദ സംഭവങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, വീട്ടിൽ വരുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിട്ടാണ് വരുന്നത് എന്നാണ് കിച്ചു ചേട്ടൻ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. രേഷ്മ ചേച്ചി വന്ന് പറയുന്നത് ഇത്. എന്താണ് സത്യം, ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്തായാലും ആ വീഡിയോ ഞാനൊന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്കണേ. എന്നെ വിളിച്ചു, ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ വിളിച്ചു. അമ്മ ഞാനിപ്പോൾ ഈ നമ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവണം, നമ്പർ സേവ് ഇടല്ല, വാട്സപ്പിൽ മാത്രമേ സേവ് ഇടൂ. ഹലോ, കേട്ടല്ലോ ചേച്ചി ഇവിടെ പറയുന്നത്. ചേച്ചി ആണെങ്കിൽ കിച്ചു ചേട്ടൻ്റെ ആ ഒരു ഫോൺ നമ്പർ സേവ്ഡ് അല്ലെന്ന്. വാട്സപ്പിൽ സേവ് ഓക്കെ, പക്ഷെ ഫോൺ നമ്പർ സേവ് ആക്കി വെച്ചിട്ടില്ലെന്നാണ് ചേച്ചി അവിടെ പറയുന്നത്. ഒരു പക്ഷെ മനപ്പാടമായിരിക്കും, കാരണം സ്വന്തം മോനില്ല, അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു മോനാകുമ്പോൾ നമ്പരൊക്കെ കാണാപ്പാടമായിരിക്കും. കണ്ട ഉടനെ ചേച്ചിക്ക് മനസ്സിലാവും ആ കിച്ചു എൻ്റെ മോന. ഇത് നമ്മൾ പണ്ട് തൊട്ടേ കണ്ടിരുന്നൊരു സംഭവം തന്നെ. കിച്ചു ചേട്ടൻ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഹലോ മോനെ കുട്ട, അമ്മയാടാ എടുത്തെടുത്ത് പറഞ്ഞു കൊടുക്കുന്ന അമ്മയാന്ന്. എന്ത് കിച്ചു ചേട്ടൻ അറിയത്തില്ല അമ്മയാന്ന്? കിച്ചു ചേട്ടൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അമ്മയാകുമ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണ ആൾക്കാരൊക്കെ അമ്മാന്ന് സേവ് ചെയ്തിടും. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് സേവ് ചെയ്ത് ഇടണമല്ലോ. അപ്പൊ ചേച്ചി ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഞാൻ നമ്പർ സേവ് ആക്കി ഇട്ടിട്ടില്ലെന്ന്. എന്തൊക്കെയാണെന്നോ വന്ന് നടന്ന് വിളിച്ച് പറയുന്നത്. ഇതൊക്കെ നെഗറ്റീവായിട്ട് വന്ന് മറിയുമെന്ന് ചേച്ചിക്ക് അറിയത്തില്ലായിരിക്കും കേട്ടോ. എന്നെ വിളിച്ചു, ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ വിളിച്ചു. അമ്മ ഞാനിപ്പോൾ ഈ നമ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവണം, നമ്പർ സേവ് ഇടല്ല, വാട്സപ്പിൽ മാത്രമേ സേവ് ഇടൂ. ഹലോ, എന്താ വെച്ചു അമ്മ, ഞാൻ കുഞ്ഞിനെ കൊണ്ടത് പുറത്ത് പോയിക്കോട്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ പോയിക്കോ, നിൻ്റെ അനിയല്ലേ, നീ കൊണ്ടുപോകും, സേഫായിട്ട് കൊണ്ടുപോകാം. അമ്മ എപ്പോഴാണ് വരിക ഞാൻ പറഞ്ഞു. ഞാനിവിടെ ഒരു പ്രമോഷന് ഭാഗമായിട്ട് നിൽക്കുക, ഞാൻ വരാം, ഉച്ച കഴിഞ്ഞ് വരാം. ഓക്കെ അമ്മ. അത്രേ ഉള്ളൂ. ഏതാണ്ട് പപ്പയെ കുറിച്ച് പറയാൻ വന്നത്. എന്തായാലും ചേച്ചി പറയുന്ന പച്ചനുണകളും വിശ്വസിക്കുന്ന ആൾക്കാരും കാണും, പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചു ചേട്ടൻ ഈ സംഭവങ്ങളൊക്കെ കേട്ടിരുന്ന് വീട്ടിലിരുന്ന് ചിരിക്കുമായിരിക്കും. എന്തോ ചേച്ചി വന്നിടന്ന് പറയുന്ന കുറച്ച് കള്ളം പറയുമ്പോൾ അതിൽ നിന്നും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ പറയാൻ പഠിക്കണം. ഇത് ചുമ്മാ വന്നിടത്ത് ഏതാണ്ടൊക്കെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നൊരു രീതിയിൽ തന്നെ തള്ളി മറിച്ച് അങ്ങ് വിടുവല്ലയോ. അയ്യോ കിച്ചുമോൻ എന്നെ വിളിച്ചിട്ടുണ്ട്, അമ്മ ഞാൻ അനിയനെ കൊണ്ട് ഒന്ന് പുറത്ത് കൊണ്ടുപോയിക്കോട്ടെ, അനിയനെ ഒന്ന് പുറത്ത് കൊണ്ടുവച്ചോട്ടെ പ്ലീസ്. എന്ത് കിച്ചു ചേട്ടൻ എന്തിനാ കെഞ്ചുന്നത്? കിച്ചു ചേട്ടൻ്റെ സ്വന്തം അനിയനെ പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ അത് കിച്ചു ചേട്ടൻ്റെ ഇഷ്ടം. അതിന് ചേച്ചിയെടുത്ത് വിളിച്ചെടുത്ത് കെഞ്ചേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നെ ചേച്ചി വന്നിടത്ത് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ വിശ്വസിക്കുന്നവന്മാരൊക്കെ പിന്നെ പൊട്ടന്മാരായിരിക്കണം. ഞങ്ങൾക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഉറപ്പാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത് 25% ആൾക്കാരെങ്കിലും ആ വ്ളോഗ് നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കണം. കാരണം അത് അത്രത്തോളം വിവാദം സൃഷ്ടിച്ചൊരു വ്ളോഗാണ്. കൂടുതലായിട്ട് റിയാക്ഷൻ ചാനൽസ് എടുത്ത് വെച്ച് അത് റിയാക്ട് ചെയ്തിട്ടിട്ടുമുണ്ട്. അതിനകത്ത് കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഈ കിച്ചു ചേട്ടൻ തന്നെ ഇടയിൽ കൂടി ഇട്ട് തരുന്നുണ്ട്. അതായത് കിച്ചു ചേട്ടൻ കാറിൽ പോകുമ്പം ആ കൊച്ചിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അമ്മയടുത്ത് പറയുമ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുപോയി എന്ന് പറയുമോ. അതായത് അതിനോട്ട് പോലും ചേച്ചിയുടെ സംസാരിക്കാൻ വേണ്ടി കിച്ചു ചേട്ടൻ ആഗ്രഹിക്കുന്നില്ല. ആ വീട്ടിൽ കയറി ചെല്ലുന്നത് വരെ ഭയന്നിട്ടാണ്. നമുക്ക് കാണാൻ പറ്റും ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. ചെരുപ്പൊക്കെ വെളിയിൽ കിടപ്പുണ്ട്. ആരൊക്കെ എങ്ങനെയൊക്കെ പെരുമാറും എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടെ. എങ്കിൽ പോലും നമ്മൾ വിളിച്ചു പറയാതാണ് ചെല്ലുന്നത്. ആ കൊച്ചിനെ കൊണ്ട് ഔട്ടിങ്ങിന് പോകാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കിച്ചു ചേട്ടൻ ആ വീട്ടിൽ കയറി ചെല്ലുന്നത്. സോ അത്രത്തോളം ഒരു ഇതിൽ സംസാരിച്ച കിച്ചു ചേട്ടൻ പെട്ടെന്ന് രേണിച്ചേച്ചിയെ വിളിച്ച് അമ്മ ഞാനെന്തെങ്കിലും കൊച്ചിനെ കൊണ്ടുപോയിക്കോട്ടെ പ്ലീസ് എന്ന് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. വേറൊരു റീച്ചിന് വേണ്ടി ഞാനും കിച്ചുവും തമ്മിൽ ഇപ്പോഴും ഒരു പ്രോബ്ലം ഇല്ല. ഞങ്ങൾ ഭയങ്കര അങ്ങ് അമ്മയും മോനും സ്നേഹത്തിൽ തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രഹസനമായിട്ട് മാത്രം നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വിട്ടാണ് ഷിയാസ് കരീം. പുള്ളിക്കാരനെ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ചേച്ചി ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണ്.
തന്നെയാണ്. കാരണം ചേച്ചി അത്യാവശ്യം നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഡയലോഗിൽ കൂടെ തന്നെ. എന്തായാലും ഷിയാസ് കരീം എന്ന അനിയൻകുട്ടൻ്റെ അടുത്ത് ചേച്ചി അമ്മയായിട്ടുള്ള രേഷ്മി ചേച്ചി കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോ കൂടെ പങ്കുവെക്കുന്നുണ്ട്. ആ വീഡിയോ ഞാനത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാൻ ബാക്കി. ഷിയാസ് കരീമിന്റെ അടുത്ത സുഹൃത്താണല്ലോ. അപ്പൊ ഷിയാസ് കരീമിനെ കുറിച്ച് കുറച്ച് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആരും രേണുവിന്റെ ഒരു അഭിപ്രായം പേഴ്സണലി? ഷിയാസിനെ ഞാൻ 3-4 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, 2-3 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഷിയാസിനെ സുധിച്ചേട്ടനുള്ളപ്പോൾ തൊട്ടേ അനിയൻകുട്ടാന്നാണ് സുധിച്ചേട്ടൻ എന്നോട് പറയുന്നത്. എനിക്കും എന്നെക്കാളും 2-3 വയസ്സിന് മൂത്താന്ന് തോന്നുന്നു. എങ്കിൽ പോലും എനിക്കും ഷിയാസ് അനിയൻകുട്ടൻ തന്നെയാണ്. പിന്നെ എനിക്ക് വയ്യ എൻ്റെ പൊന്ന് രേഷ്മി ചേച്ചി, നിങ്ങൾക്ക് മാത്രം എത്ര വർഷം കഴിഞ്ഞാലും ആ 34 വയസ്സിൽ തന്നെ സ്ട്രക്കായിട്ട് നിൽക്കുക. അത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 34 വയസ്സിൽ തന്നെ അങ്ങ് നിൽക്കുക രേഷ്മി ചേച്ചി. ഇവിടെ എത്ര വർഷമായിട്ട് ഈ രേഷ്മി ചേച്ചി 34 വയസ്സെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെ 35 ആയിട്ടില്ലയോ? അത് കഴിഞ്ഞ് പറയാം ഷിയാസിന് എന്നെക്കാളും 3-4 വയസ്സ് കൂടുതലാന്ന്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. അന്നേരം നമുക്ക് കാണാൻ കഴിഞ്ഞത് 34-35 ആ ഒരു വയസ്സിനിടയിലാണ് ഷിയാസിന്റെ പ്രായം. അതേ സ്ഥിതിക്ക് നമ്മൾ രേണു ചേച്ചിയുടെ പ്രായം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 വർഷം മുമ്പ് 34 എന്താ ചേച്ചി പറഞ്ഞിട്ടുള്ളത്. ഇപ്പം എങ്ങനെ പോയി കഴിഞ്ഞാലും ഞാൻ പിന്നെ പറയുന്നില്ല ഞാൻ കൂടുതലായിട്ട്. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് അതൊരു വിഷയമാവും. എന്തായാലും രേഷ്മി ചേച്ചി ബാക്കി പറയുന്നതാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ പിന്നെ എന്നെ പറ്റി കണ്ടില്ലേ, പെർഫെക്റ്റ് ആണല്ലോ. എല്ലാവരും പെർഫെക്റ്റ് ആയതുകൊണ്ട് പിന്നെ ആർക്കും നേരെ കഴിച്ചുകൊണ്ടാലും സത്യം എന്താണെന്ന് വരട്ടെ. അയ്യോ ഈ സന്തൂർ മമ്മയും കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊറുതി മുട്ടി കേട്ടോ. എൻ്റെ പൊന്ന് രേഷ്മി ചേച്ചി ആരും പെർഫെക്റ്റ് ആയിട്ടല്ല ചേച്ചിയെ കുറ്റം പറയുന്നത്. ചേച്ചി അത് മനസ്സിലാക്കണം. പക്ഷേ ഈ കുറ്റം പറയുന്നവർ ആരും രേഷ്മി ചേച്ചിയെ പോലെ ഇങ്ങനെ നടക്കുമല്ല. കാരണം ഒരു സൈഡിൽ വന്നിട്ട് ചേച്ചി പറയുന്നത് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഈ കഷ്ടപ്പെടാൻ പോകുന്നതെന്ന്. മറ്റൊരു സൈഡിൽ ചേച്ചി കാണിച്ചു കൂട്ടുന്നത് ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് ഷോർട്ട് ഫിലിം ആയാലും ആൽബം ആയാലും അതിനകത്ത് അഭിനയിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ ഈ ഷൂട്ടിംഗ് എല്ലാം കഴിയേണ്ടി ചേച്ചി കാട്ടിക്കൂട്ടുന്നതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. അത് നമുക്ക് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ രേഷ്മി ചേച്ചി ആ കാട്ടിക്കൂട്ടുന്ന അഭിപ്രായങ്ങളെ മാത്രമാണ് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. കൂടുതലായിട്ട് കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീട്ടമ്മമാരും സ്ത്രീകളുമാണ് ആ ചേച്ചിയുടെ കമന്റ് ബോക്സിൽ മൊത്തം വന്ന് പച്ചത്തെറി എഴുതിയിടുന്നത്. കാരണം അവർക്ക് അവരുടെ ഒരു മാനസികാവസ്ഥ ചേച്ചി മനസ്സിലാക്കണം. അവരവരുടെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ചേച്ചി ഇങ്ങനത്തെ കോപ്രായങ്ങളാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. വിത്ത് മക്കളുടെ പേര് യൂസ് ചെയ്തുകൊണ്ട്. അതവിടെ ഒരു മിസ്യൂസ് എന്നേ പറയാൻ പറ്റും. യൂസ് അല്ല മിസ്യൂസ് ചെയ്തുകൊണ്ട്. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. രേഷ്മി ചേച്ചി നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ എന്തായാലും കൊള്ളാൻ കേട്ടോ. ഈ ഷിയാസ് കരീം എന്ന പുള്ളിക്കാരനെ വലിയതായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം ഈ കാട്ടിക്കൂട്ടിയതൊക്കെ ഇപ്പോൾ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ എക്സ്പോസ് ആയി വന്നുകൊണ്ടിരിക്കുക. മഹാമാരായിട്ടുള്ള വ്യക്തികളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അതിന്റെ പീക്ക് ലെവലിൽ നിന്നിട്ടാണ് ഈ വൃത്തികേട് കാണിച്ചിട്ടുള്ള ഈ ഷിയാസ് കരീമിനെ ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റും? പ്ലീസ് കമന്റ് ബോക്സ് തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയും ചേച്ചി കുറെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഡൈജസ്റ്റ് ആവാൻ പറ്റാത്തത്. കാരണം പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അമ്മാതിരിയുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഡബിൾ സ്റ്റാൻഡ് എങ്ങനെ പറയാൻ വേണ്ടി പീക്ക് ലെവലിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്തായാലും മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേൾപ്പിച്ചാൽ നോക്കിക്കോ. രജിഷേ നായർ സാറിൻ്റെ 2ാമത്തെ സിനിമയിലാണ് ഞാൻ ചെറിയൊരു വേഷം ചെയ്യാനായിട്ട് വന്നത്. സാറ് വിളിച്ചപ്പോൾ ഒത്തിരി സന്തോഷം. സാറന്ന് നമ്മുടെ ഫസ്റ്റ് സിനിമ ചേഞ്ചിൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ അന്ന് സാർ ഒരു വാക്ക് പറഞ്ഞിരുന്നു. എന്താ പറയുക, രേണുസുതി മിക്കവാറും ബിഗ് ബോസിൽ പോകുമെന്നാണ് തോന്നുന്നത്. എനിക്കൊന്ന് അമാനുഷികമായിട്ട് എന്തോ കഴിവുള്ളത് കൊണ്ടായിരിക്കും ഊഹിച്ച് പറഞ്ഞത്. എന്തായാലും കൊള്ളാം. ഇതിനകത്ത് 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് രേഷ്മി ചേച്ചി നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ചേച്ചി അഭിനയിച്ച സിനിമ, 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസ്. ഇത് രണ്ടിനെയും ഞാൻ ഇപ്പൊ എക്സ്പോസ് ചെയ്ത് തരാം, നിങ്ങൾ കേട്ടോണേ. ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്ന സിനിമ, ചേച്ചി ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്? അല്ല എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ. ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനത്തെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ സിനിമയുടെ കാര്യം പറഞ്ഞത് എങ്ങനത്തെയാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. 2ാമത്തെ കാര്യമാണ് ബിഗ് ബോസ്. ബിഗ് ബോസിൽ ചേച്ചി പോയിട്ടുണ്ട്, ഓക്കെ, സമ്മതിച്ചു. പുള്ളിക്കാരൻ ഡയറക്ടർ പറഞ്ഞ അതാണെങ്കിൽ അറം പറ്റി എന്ന് നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ. ചേച്ചി ബിഗ് ബോസിൽ എത്തി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ചേച്ചിക്ക് ഒരാൾ കമന്റ് അയച്ചു വിച്ച് ടൈപ്പ് ഓഫ് സെലിബ്രിറ്റി എന്നാണ്. അതായത് ചേച്ചി ഏത് തരത്തിലുള്ള സെലിബ്രിറ്റി ആണെന്ന് കമന്റ് അയച്ചപ്പം ചേച്ചി അതിനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ പ്ലേ ചെയ്താലേ നമുക്ക് തുടർന്ന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് കേട്ട് നോക്ക്. വിച്ച് ടൈപ്പ് ഓഫ് സെലിബ്രിറ്റി? ഓക്കെ, പറയാം. ബിഗ് ബോസ് സീസൺ 7 ആ ഹൗസിൽ ഒരു ദിവസമെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ, ബിഗ് ബോസ് സീസൺ 7 അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഭാഗമാകാൻ കഴിഞ്ഞെങ്കിൽ രേണുസുതിയും സെലിബ്രിറ്റി തന്നെ. അവിടെ നിൽക്കട്ടെ. ബിഗ് ബോസിൽ കയറിയത് കൊണ്ട് സെലിബ്രിറ്റി ആയി എന്നാണ് രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചേച്ചി അവിടെ പറഞ്ഞിട്ടുള്ളത്. ചേച്ചി അങ്ങനെ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ സെലിബ്രിറ്റി ആവുമെന്നുണ്ടെങ്കിൽ ചേച്ചി ആണെങ്കിൽ ഫ്ലൈറ്റിൽ കയറി എന്നും പറഞ്ഞ് പൈലറ്റ് ആവുമോ? പോലീസ് സ്റ്റേഷനിൽ കയറി എന്നും പറഞ്ഞ് പോലീസ് ആവുമോ? ഒരിക്കലുമില്ല. ബിഗ് ബോസിൽ കയറി ചേച്ചിയെ 4 ആൾക്കാരും കൂടെ അറിഞ്ഞു. പക്ഷെ അത് എങ്ങനെയാണ് അറിഞ്ഞത്? ഇത്രത്തോളം വിവരക്കേട് കാണിച്ച്, അതായത് ഇത്രയും കോപ്രായങ്ങൾ സോഷ്യൽ മീഡിയ കാണിച്ച് ബിഗ് ബോസിൽ കയറിപ്പോയ ഒരാൾ ചേച്ചിയാണ്. അതുകൊണ്ടാണ്
അങ്ങനത്തെ വിമർശനങ്ങളിൽ കൂടെയാണ് ചേച്ചിയെ 4 ആൾക്കാരും കൂടെ അറിഞ്ഞു തുടങ്ങിയത് എന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാർ കണ്ടെന്നും പറഞ്ഞ് ചേച്ചി വലിയ സെലിബ്രിറ്റി ആവുമെന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാ. ചേച്ചി വിമർശിക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും ചേച്ചിയുടെ റീൽസ് കാണുന്നതും ആ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് അയക്കുന്നത്. അല്ലാതെ ഒരിക്കലും ചേച്ചിനെ നല്ലത് പറയാനോ അല്ലെങ്കിൽ രേഷ്മ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്നും പറഞ്ഞ് ഒരാളും കമന്റ് അയക്കത്തില്ല. ചേച്ചി ആ കമന്റ് ബോക്സ് എന്തെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആരും പറയേണ്ട ആവശ്യമില്ല, ചേച്ചിക്ക് തന്നെ മനസ്സിലാവും. ഇനി ഇതെല്ലാം പോവട്ടെ, ഇതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളൊരു സംഭവം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സൈഡിൽ ഒരു വീഡിയോ വെച്ചുതരാം, നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും, എല്ലാവർക്കും മനസ്സിലായും കാണുമായിരിക്കും. സംഭവം നമ്മുടെ അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയുടെ കൂടെ തന്നെ ബിഗ് ബോസിൽ നിന്നിട്ടുള്ളൊരു പുള്ളിക്കാരനാണ്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്ക്, ഈ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പുള്ളിക്കാരനെ അറിയാം. കാരണം രേഷ്മ ചേച്ചി ഇങ്ങനെ വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും വിവാദമാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു. ഇങ്ങനെ ഈ പുള്ളിക്കാരൻ്റെ മാരേജിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബിഗ് ബോസ് താരങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചു സെലിബ്രിറ്റികൾ, കൊച്ചു കേട്ടോ, കപ്പടിച്ച അനുമോള് വരെ കൊച്ചു സെലിബ്രിറ്റികളെല്ലാം പങ്കെടുത്തൊരു മാരേജ് തന്നെയായിരുന്നു. പക്ഷെ നമ്മുടെ വലിയ സെലിബ്രിറ്റിയെ കാണാനില്ല. എൻ്റെ ഇടയ്ക്ക് എവിടെ പോയി വലിയ സെലിബ്രിറ്റി? ഇനിയിപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ അങ്ങനെ വിളിച്ചെന്നും പറഞ്ഞ് വരാതിരുന്നയാണോ അതെന്തെങ്കിലും കെറിയിച്ചിട്ട് വിഷമം കാരണോ എങ്ങാനും വരാതിരുന്നയാണോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. എന്തുവാരും ചേച്ചി തിരക്കായിരിക്കും, കാരണം സെലിബ്രിറ്റി ഒക്കെ ഇല്ലേ. അപ്പോൾ വെച്ചടി പ്രൊമോഷനും ഇനാഗ്രേഷനും അതിൻ്റെയൊക്കെ പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന രേഷ്മ ചേച്ചിക്ക് എവിടെ കല്യാണം കൂടാൻ സമയം, അത് തന്നെ ആയിരിക്കും സംഭവം. എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇതൊക്കെ കണ്ടപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നി. കാരണം സോഷ്യൽ മീഡിയയുടെ ക്യാമറ കാണുമ്പോൾ കിടന്ന് തള്ളുന്ന ആ ഒരു തള്ളൊക്കെ എനിക്ക് പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ അത് കണ്ടെന്ന് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സമാധാനം. എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇതിനെ തുറന്നിട്ടുള്ള അഭിപ്രായം ദയവേത് കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് വെച്ചൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിനെ വിളിച്ച് വെച്ചൊക്കെ വീഡിയോ ഹൈപ്പും ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, ഞാൻ സ്ട്രേറ്റ് പോകാം. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.